വിവരം അറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. പക്ഷേ നമ്മൾക്ക് മനുഷ്യരല്ല, നമുക്കൊക്കെ ആഗ്രഹങ്ങൾ വരുമല്ലോ. ആ പാവ ഇരുന്ന് അങ്ങ് കരഞ്ഞു. 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതെന്ന് ഓർത്തോണം. കരഞ്ഞപ്പം എനിക്കത് സഹിച്ചില്ല. അപ്പം ഞാൻ മമ്മിയോട് ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ കാര്യം പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഉപ്പും തൈലവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആൾ ഹിന്ദു ആണ്, ഈ പറയുന്ന നേഴ്സും. അപ്പം ഈ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ കൊടുത്തു, കൊന്ത ചൊല്ലാനും പറഞ്ഞു കൊടുത്തു. അറിയാമായിരുന്നു, എന്നാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കരഞ്ഞുകൊണ്ട് അത് കൊന്ത ചൊല്ലിയത്. അങ്ങനെ അതെ, ആ സമയം തന്നെ ആൾക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും പിന്നെ സ്വപ്നത്തിലൊരു കുഞ്ഞിനെയും കൊണ്ട് മാതാവ് പോകുന്നത് സൗമ്യ കണ്ടു. അന്നേരം അല്ല, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണേ. അപ്പം ഞാൻ ആദ്യം ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞ് കൃത്യം 18ാമത്തെ ദിവസം സൈക്കിൾ ഡിലേ ആയപ്പോൾ എന്തോ മനസ്സിലിങ്ങനെ പറയുകയാണ്,